ഫാമിലിയുമായി ഈ സമ്മർ വെക്കേഷന് കാട് കാണണമെങ്കിൽ നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് വരാം. നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഒരു നാച്ചുറലിസ്റ്റിന്റെ ഒപ്പം നമ്മുടെ കാടിനെ കണ്ടുമറിഞ്ഞുള്ള ഒരു സഫാരി. മാനും മ്ലാവും കാട്ടുപോത്തും ആനയും ഒക്കെ ഉള്ള വഴിയിലൂടെ ഒരു രസകരമായ യാത്ര. അതിൻ്റെ ഒപ്പം പറമ്പിക്കുളം ഡാമിൽ ഒരു ബാംബു റാഫ്റ്റിംഗ് കൂടി ആയാലോ. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ പുള്ളിപ്പുലി വരെ നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം. എന്നാ പോവല്ലേ? നമ്മൾ സേത്തുമട ചെക്ക് പോസ്റ്റ് എത്തി. നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പം തമിഴ്നാടിന്റെ ഈ ഒരു ചെക്ക് പോസ്റ്റ് കടന്നു വേണം പോവാൻ. ഇത് ആനമല ടൈഗർ റിസർവിന്റെ അണ്ടറിൽ വരുന്ന ഒരു ചെക്ക് പോസ്റ്റ് ആണ്. സേത്തുമട എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുന്നവര് ബൈക്കിലൊക്കെയാ വരുന്നെങ്കിൽ ബൈക്കിന് ഇവിടെ വരെ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് പിന്നെ നിങ്ങൾ ഒന്നെങ്കിൽ ബസ് പിടിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 4 വീലർ മാർഗം വേണം പോവാൻ മുകളിലേക്ക്. സേത്തുമട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ടോപ്പ് സ്റ്റെപ്പിലേക്ക് വരുന്ന വഴിക്കായിട്ട് തന്നെ നമുക്ക് ധാരാളം സൈറ്റിങ്സ് കിട്ടാറുണ്ട്. അതുകോ ഈ മാനും മ്ലാവും ലങ്കൂറും പിന്നെ ഇതേ ഈ കാട്ടുപോത്തുമാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ആനയുടെ സൈറ്റിങ് കിട്ടാറുണ്ട് കേട്ടോ. എന്ത് രസമായി മുളങ്കൂട്ടങ്ങൾ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ. റോഡിന്റെ 2 സൈഡിലും ഇഷ്ടം പോലെ മുളകൾ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇപ്പൊ ഈ പൂവിടുന്നത് കൂടി ഈ മുളകളുടെ ആയുസ് കഴിഞ്ഞു. ഇത് ഇനി മെല്ലെ ഉണങ്ങാൻ തുടങ്ങും. പറമ്പിക്കുളത്തേക്ക് വരുമ്പം കേരളത്തിന്റെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ആണ് ഇത്. ഇവിടെ വന്നിട്ട് വേണം നമ്മൾ എൻട്രി ഫീ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ആനപ്പാടിയിലേക്ക് പോകാൻ. ആനപ്പാടിയിലാണ് നമ്മുടെ സഫാരിയും ട്രക്കിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. നമ്മൾ ആനപ്പാടി എത്തി. ഇവിടെ നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നൊരു ഗൈഡിനെയും കൂട്ടി നേരെ പറമ്പിക്കുളത്തേക്കാണ് പോകുന്നത്. തൂണക്കടവ് ഡാമിന്റെ ഭാഗങ്ങളാട്ടോ ഈ കാണുന്നത്. ഞങ്ങള് ഫെബ്രുവരി ലാസ്റ്റ് ആയിരുന്നു ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇവിടെ നല്ല രീതിക്ക് വെള്ളമുണ്ട്. പക്ഷെ ഒരു മാർച്ച് ലാസ്റ്റ് ഏപ്രിലൊക്കെ ആവുന്നതോടെ ഈ വെള്ളം നല്ല രീതിക്ക് വറ്റും. അപ്പൊ ഇവിടെ തന്നെ ആനിമൽ സൈറ്റിങ്സ് കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പറമ്പിക്കുളം വരുമ്പം എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഈ പെരുവാരിപ്പള്ളം ഡാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ നല്ല രീതിക്ക് ആനിമൽ സൈറ്റിങ്സും കിട്ടാറുണ്ട്. ഞങ്ങളുടെ ഒരു പക്മാക് ട്രെയിലിൽ ഇവിടെ വൈൽഡ് ഡോഗ്സിനെ കണ്ടിരുന്നു. അതല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് ആനയും കാട്ടുപോത്തിനെയും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു അടിപൊളി സൈറ്റിംഗ് ആയിരുന്നു. വെള്ളത്തിന്റെ നടുക്കൊരു മ്ലാവ്. നല്ല രസമില്ല അതവിടെ നിൽക്കുന്നത് കാണാൻ. അവിടെ നിന്ന് എന്തോ പുല്ലും പായലും ഒക്കെയാന്ന് തോന്നുന്നു പറിച്ചു തിന്നുന്നുണ്ടായിരുന്നു. നല്ല ചൂടുള്ള സമയത്തൊക്കെ അനിമൽസ് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് കാണാം. അവരുടെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവരിങ്ങനെ നിൽക്കുന്നത്. ഞങ്ങളുടെ സൗണ്ട് കേട്ടിട്ടാന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മെല്ലെ നടന്ന് കരയിലേക്ക് കയറിപ്പോയി. തൂണക്കടവ് ഡാം എത്തുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് ഇവിടുത്തെ ഒരു സ്റ്റേ ഓപ്ഷൻ ഉണ്ട്, ടിംബർ നോക്ക്. അവിടെ ഒന്ന് ഇറങ്ങി ഈ വിഷ്വലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഡാമിന്റെ അക്കരയായിട്ട് ഒരു മ്ലാവ് നിൽക്കുന്നത് കണ്ടത്. നല്ല ദൂരത്താണ്. ഈ ഒരു ടൈമിൽ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഡാമിന്റെ സൈഡിലായിട്ട് തന്നെ മാനും മ്ലാവും ആനയൊക്കെ നിൽക്കുന്നത് കാണാം. കാരണം ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇപ്പൊ പുല്ലുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആകെ ഡ്രൈ ആയിരിക്കുന്നു.
ആ മ്ലാവിന്റെ കുട്ടി അടുത്തേക്ക് വന്ന് പിന്നെ വേഗം തന്നെ ഓടിച്ചാടിപ്പോയി. ടിംബർ നോക്കിനോട് ചേർന്ന് തന്നെ മറ്റൊരു സൈറ്റും കിട്ടി. ആ മതിലിരിക്കുന്നത് എന്താന്ന് കണ്ടോ? ഇതൊരു ജൂനിയൽ മോണിറ്റർ ലിസാർഡാണ്, ഉടുമ്പിന്റെ കുട്ടി. ഇത് കണ്ടിട്ട് ഏഷ്യൻ വാട്ടർ മോണിറ്റർ ലിസാർഡിന്റെ കുട്ടിയാന്ന് തോന്നുന്നു. ഞങ്ങളധികം സൗണ്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഞങ്ങളുടെ അനക്കം കണ്ടിട്ടാന്ന് തോന്നുന്നു അത് ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കേരളത്തിൽ നമുക്ക് 2 തരം ഉടുമ്പിനെയാണ് കാണാൻ സാധിക്കുക. ഒന്ന് ബംഗാൾ മോണിറ്റർ ലിസാർഡ്. അതുകൊണ്ട് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണുന്നത് ബംഗാൾ മോണിറ്റർ ലിസാർഡിനെയാണ്. പിന്നെ ഉള്ളത് ഏഷ്യൻ വാട്ടർ മോണിറ്റർ ലിസാർഡ്. ഇവരെ അധികവും കാണാറുള്ളത് വെള്ളമുള്ള സ്ഥലത്തും പാടത്തും ചതുപ്പ് സ്ഥലങ്ങളിലും ഒക്കെയാണ്. ഈ 2 ലിസാർഡ്സും കാർണിവോറസ് ആണ്, അതേപോലെ വെനമസും ആണ്. പക്ഷെ ഇതിന്റെ വിഷം അത്ര മാരകമല്ലെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ ഇവര് പൊതുവെ വളരെ ഷൈ ആണ്. നമ്മളെ മനുഷ്യന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോവുകയാണ് പതിവ്. ഇതാണ് തൂണക്കടവ് ഡാം. പറമ്പിക്കുളത്തേക്ക് പോകുന്ന വഴിയിലായിട്ട് തന്നെയുള്ള ഒരു ഡാമാണിത്. ഇവിടുന്ന് പറമ്പിക്കുളത്തേക്ക് ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ആന നീന്തി പോകുന്നൊരു വിഷ്വലുണ്ട്. ആ വിഷ്വൽ നമുക്ക് കിട്ടിയത് ഈ തൂണക്കടവ് ഡാമെന്നാണ്. ഇതിലൂടെയാണ് വെള്ളം ഓപ്പൺ ആക്കി വിടുന്നത്. പറമ്പിക്കുളത്തേക്ക് പോകുന്ന വഴി അവിടെ കാണുന്നത്. ആ പാലം കയറി അങ്ങനെ പോകും. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബോർഡ് കണ്ടോ? അതിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെയാണ് കന്നിമര ടീക്കിലേക്ക് പോകുന്നത്. വേൾഡിലെ ഏറ്റവും വലിയ തേക്ക് മരങ്ങളിൽ ഒന്നാണ് കന്നിമര ടീക്ക്. ആനപ്പാടിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് പോകുമ്പോൾ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇതാണ് ഡാം വ്യൂ പോയിന്റ്. ആ ദൂരെ കാണുന്നത് തൂണക്കടവ് ഡാമാണ്. നമ്മളിപ്പം അതിൻ്റെ ഫ്രണ്ട് കൂടിയാണ് വന്നത്. ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഈ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാം. സാധനരി നമ്മുടെ പച്ചരി പോലെ തന്നെ ഉണ്ട്. ഇത് മുളേരിയാണ്. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് തിന്നു നോക്കുക. നമ്മുടെ സാധാരണ അരി പോലെയൊക്കെ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി സോഫ്റ്റാണ് കടിക്കാൻ. ഞാൻ മുളേരി കഴിച്ചെങ്കിലും എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇവിടെ ഒരാൾക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ആ ഇരിക്കുന്ന നീലഗിരി ലങ്കൂർ എന്താ എൻജോയ് ചെയ്ത് അത് കഴിക്കുന്നതെന്ന് നോക്കിയേ.
ഞങ്ങൾ ഈ ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങളുടെ ഗൈഡ് എന്താ ചെയ്യണേന്ന് നോക്കി. ആളീ റോഡിൻ്റെ സൈഡിലുള്ള പ്ലാസ്റ്റിക് ഒക്കെ പറക്കിയെടുക്കുക. നമ്മുടെ ഗൈഡ് കൃഷ്ണദാസിനെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിലൂടെ കണ്ട് നല്ല പരിചയം ഉണ്ടാവും. പിന്നെ ഇങ്ങോട്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേസ്റ്റ് ഒന്നും പുറത്ത് വലിച്ചെറിയാതെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നതും 2 മ്ലാവുകളെ കണ്ടു. ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലുമാ. നമ്മളെ തന്നെ അവർ കുറച്ചു നേരം നോക്കിയിരുന്നു, പിന്നെ മെല്ലെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഇതാണ് ഇവിടുത്തെ 2ാമത്തെ വ്യൂ പോയിന്റ്, വാലി വ്യൂ പോയിന്റ്. ഇങ്ങനത്തെ വ്യൂ പോയിന്റ്സിലും പിന്നെ നമുക്ക് ഡാമിലൊക്കെ മാത്രമേ പുറത്തേക്ക് ഇറങ്ങാനുള്ള പെർമിഷനുള്ളൂ. പറമ്പിക്കുളം എത്തുന്നതിന്റെ തൊട്ട് മുൻപായിട്ടൊരു വയലുണ്ട്. ആ വയലിലെ കാഴ്ചയാണിത്. ഇവിടെ ഒരു മ്ലാവ് വെള്ളത്തിലിറങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഒരു വയലിൽ മിക്ക സമയങ്ങളിലും എന്തെങ്കിലുമൊക്കെ ആനിമൽസ് ഉണ്ടാവും. ഒന്നെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിനോട് ചേർന്നൊക്കെ തന്നെയായിട്ട് എന്തെങ്കിലുമൊക്കെ ആനിമൽസിനെ കാണാറുണ്ട്. അതുപോലെ ഈ മാനും മ്ലാവും ഒക്കെ തന്നെയായിരിക്കും. പിന്നെ ഇടയ്ക്ക് കാട്ടുപോത്തിനെ കാണാറുണ്ട്. നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആന വരുന്നുണ്ടെന്നാ. ഇതും ആ വയലിന്റെ ഭാഗമാട്ടോ. ഇവിടെ നല്ല രീതിക്ക് പുല്ലുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ കുറെ പുള്ളിമാനും നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പച്ചപ്പുല്ല് ഇവിടെ എല്ലായിടത്തൊന്നും കാണാനില്ല. എല്ലാ സ്ഥലങ്ങളും തന്നെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് എല്ലാ പുള്ളിമാനും പുല്ല് തിന്നുന്നതിന്റെ തിരക്കിലായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് സൗണ്ട് കേട്ടിട്ടാന്ന് തോന്നുന്നു ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരും തന്നെ നല്ല അലേർട്ടായി. ഇപ്പം കുറച്ചു നേരം പുള്ളിമാനെയൊക്കെ നോക്കിയെന്ന് ഞങ്ങൾ നേരെ പറമ്പിക്കുളത്തേക്ക് വന്നു. ഇതാണ് പറമ്പിക്കുളം. പറമ്പിക്കുളത്തിന് ഒരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ഇനി നേരെ ബാംബു റാഫ്റ്റിങ്ങിന് പോവാ. നിങ്ങൾ ബാംബു റാഫ്റ്റിംഗ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന രീതിക്ക് വരിക. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത്. എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ ഇരിക്കാം. ഈ കാഴ്ചകളൊന്നും നമ്മൾ കണ്ടു മടുക്കുകയില്ല. നമ്മൾ ബാംബു റാഫ്റ്റിംഗ് ചെയ്യാൻ പോകണേ. ഇതാണ് റാഫ്റ്റ്. 2 ചേട്ടന്മാരും ഉണ്ട്. ഇവിടെയൊക്കെ വെള്ളമുണ്ട്. നമ്മുടെ ഗൈഡ് അവിടെ നിന്നു. ചേട്ടൻ്റെ പേര് വിശംബരൻ. രാജേഷ്. വിശംബരൻ ചേട്ടനും രാജേഷ് ചേട്ടനും പിന്നെ 2 ചേട്ടന്മാരും കൂടി ഉണ്ട്. അവരും കൂടി നമുക്ക് പരിചയപ്പെടാം. എത്ര നേരം ചേട്ടാ ഈ ബോട്ടിങ്? അരമണിക്കൂർ. സമ്മർ ടൈം എത്ര ബോട്ട് റാഫ്റ്റിങ്ങിന് നല്ല ടൈം? ഇപ്പം വെള്ളമൊക്കെ നല്ല കൂടുതലാ. സമ്മറിൽ വരുമ്പോൾ നമുക്ക് ആനിമൽ സൈറ്റിംഗ് ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്ര ചൂടങ്ങനെ അനുഭവപ്പെടില്ലെന്ന് ചേട്ടൻ പറയുന്നത്. കൂടുതലും എന്താ ഇവിടെ സൈറ്റിംഗ് ഒക്കെ കിട്ടാറ് സമ്മറിൽ? ആനകളല്ലേ? സമ്മറിൽ 70 അടി വെള്ളം വറ്റാറുണ്ടോ?
ഇപ്പം നല്ലോണം കൂടുതലല്ലേ? രാവിലെ തൊട്ടുണ്ടോ റാഫ്റ്റിംഗ്? രാവിലെ 8:30 തുടങ്ങും. പാക്കേജുകാരുണ്ട് കണിക്കോമ്പിൽ. പാക്കേജുകാർ വരാൻ തുടങ്ങും. പിന്നെ ഡേ വിസിറ്റേഴ്സ് രാവിലെ 8:30 ഈ ബോട്ട് റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. വൈകുന്നേരം എത്ര മണി വരെയാണ്? വൈകുന്നേരം 10 പാക്കേജ് 6 മണി. വൈകുന്നേരം 6 മണി വരെയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് കൂടുതലും ഈ ഡേ പാക്കേജൊക്കെ എടുത്ത് വരുന്നവർക്ക്. ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്കാണ് രാവിലെയും പിന്നെ ഈ വൈകുന്നേരം എന്ന് പറയുന്ന സമയം. നീ വെയിലത്ത് അപ്പുറത്തെ കാണൂല. അതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ കാണില്ല. 7 സെറ്റിൽമെന്റ് കോളനിയിലെ കോളനിയും 4 വിധ ട്രൈബിളും ഇവിടെ നടത്തുന്ന ടൂറിസം ഇക്കോ ടൂറിസം പറയും. ഇവിടുത്തെ ലോക്കൽ ട്രൈബിൽക്കാണ് നടത്തുന്ന ടൂറിസം. ഇതിൽ കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. ഞങ്ങളമാരുള്ളവർക്ക് ഷെയറുകളും മറ്റുള്ള മെയിൻ്റനൻസ് വർക്കുകളും എല്ലാം ചെയ്യും. ഇൻകമ്മിങ് ഒന്നും ഇല്ല. ഈ ബോട്ടൊക്കെ നിങ്ങൾ തന്നെ? ഞങ്ങൾ 14 പേർക്ക് ഞങ്ങൾ തന്നെ ചെയ്യും. എത്ര ദിവസം എടുക്കും ഇങ്ങനത്തെ ഒരു ബോട്ട് ഉണ്ടാക്കാനൊക്കെ? 2 എണ്ണം കട്ടും 1 മാസമാകും. 1 മാസം എടുക്കും. നല്ല മുള്ളല്ലേ വെട്ടി എടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പറ്റും. ഇത് വെട്ടിയൊക്കെ വൃത്തിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തരും. പക്ഷെ ഇത് പണി കൂടുതലാണ്. ഈ സാധനമൊക്കെ ചീന്തിയെടുത്ത് ഈ ഫ്രണ്ടിൽ കെട്ടുകയാണ് തടി, ചെറിയ തടി. അതുപോലെ 5 തടിയില്ല. 5 തടിയിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. പച്ചപ്പില് തന്നെ വെട്ടി ഉണക്കി വേണം കെട്ടാൻ. ഉണക്കിയത് കെട്ടും. ഈ വണ്ണം കുറഞ്ഞല്ലേ? ചെറിയ ഇത് അടിക്കുറ്റി എന്ന് പറയും. മുകളിൽ വന്ന് വെട്ടി വെയിറ്റുള്ള സാധനമാണ്. മരം പോലെ ഉണ്ടാവും. അടിക്കുറ്റി. അടിക്കുറ്റി തിക്നെസ് അധികമാണ്. അതിന്റെ ഉള്ളിൽ നല്ല കട്ടി ഉണ്ടാവും. നല്ല കട്ടി. അങ്ങനത്തെ 5 എണ്ണം ഉണ്ട് ഈ അടിക്കുറ്റി. ഇതുപോലെ ഇങ്ങനെ കെട്ടിയേക്കുന്നല്ലേ? ചേട്ടൻ്റെ പേര്? മണികണ്ഠൻ. ചേട്ടൻ്റെ? ഫ്രാൻസിസ്. ചേട്ടനാന്ന് തോന്നുന്നു. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ചേട്ടനെ കണ്ട് നല്ല പരിചയം തോന്നുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു കൊല്ലമായും തോന്നുന്നു. അന്ന് ഞങ്ങൾ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കണ്ട നല്ല പരിചയം ഇല്ല. ഓരോരുത്തരല്ലേ കാണുന്നത്. ശരിയാ. ആ കരേൻ്റെ അടുത്തായിട്ട് എന്താ കിടക്കുന്നതെന്ന് കണ്ടോ? അതൊരു മുതലയാണ്. ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് അത് വല്ല തടിക്കഷ്ണമായിരിക്കും എന്നാണ്. ചേട്ടന്മാര് പറഞ്ഞത് കുറച്ചു മുമ്പ് വരെ ഇത് കരയിൽ കയറി കിടക്കുന്നുണ്ടായിരുന്നു എന്നാ. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് പറമ്പിക്കുളം ഡാമിന്നൊരു മുതലേനെ കാണുന്നത്. പക്ഷെ ഇവരിത് കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഞാനിത് മിസ് ചെയ്തേനെ. എനിക്കാ കിടക്കുന്നത് മനസ്സിലാവാനും പോകുന്നില്ല. ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന് മീൻപിടുത്തക്കാരനാ. നല്ല രീതിക്ക് ചൂണ്ടിടുന്നുണ്ട്. ഇതാണ് ബാംബു റാഫ്റ്റിങ്ങിൻ്റെ ആ ഒരു സ്ഥലം. ഇപ്പം നമുക്കങ്ങനെ സൈറ്റിംഗ് ഒന്നും കാര്യമായിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ സമ്മറിൽ തന്നെ വരണം. ഏപ്രിൽ മാസത്തിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഇവിടുന്ന് സൈറ്റിംഗ് കിട്ടും. ഇപ്പം പറഞ്ഞത് അവിടെ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൻ്റെ അവിടെ സമ്മറിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇഷ്ടംപോലെ ആനകളെ കാണാമെന്നാണ്. പക്ഷെ ഇവിടുത്തെ ഒരു ഭംഗിയുണ്ടല്ലോ, അത് ഏത് ടൈമിൽ വന്നാലും അടിപൊളിയാ. ഇപ്പൊ തന്നെ നോക്കിയ വെള്ളം എത്ര ഉണ്ട്, എന്താ ഭംഗി നോക്കി. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ മലകൾക്ക് ബാക്കിലായിട്ടും പിന്നെയും പിന്നെയും മലകളുണ്ട്.
പിന്നെ നമുക്ക് കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ മലകൾ ഇങ്ങനെ കിടക്കുക. ബാംബു റാഫ്റ്റിംഗ് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് പറമ്പിക്കുളം ഡാമിലേക്കാണ്. ഇതാണ് പറമ്പിക്കുളം ഡാം. പറമ്പിക്കുളത്തേക്ക് വരുമ്പം ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളതെന്ന് പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട്. നിങ്ങൾ ട്രക്ക് ചെയ്യാനാണ് വരുന്നെങ്കിൽ ഇവിടെ മെയിനായിട്ട് 3 ട്രക്കുകളാണ് ഉള്ളത്. ഒന്ന് എലിഫന്റ് സോങ് ട്രെയിലും, ഒന്ന് ബേർപാട്ട് ട്രെയിലും, പിന്നെ പക്മാക് ട്രെയിലും. ഈ 3 ട്രക്കിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൽ പക്മാക് ട്രെയിലാണ് ഏറ്റവും വലിയ ട്രക്ക്. ഏകദേശം 10 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട്. പിന്നെയുള്ള ബേർപാട്ട് ട്രെയിലും എലിഫന്റ് സോങ് ട്രെയിലും രണ്ടും 6 to 8 കിലോമീറ്റേഴ്സ് നമുക്ക് നടക്കാനുള്ളൂ. പിന്നെ എല്ലാം ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ട്രക്കിംഗ് ആണ്. പിന്നെ തീരെ നടന്ന് പരിചയമില്ലാത്തവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് പക്മാക് ട്രെയിലൊക്കെ നമുക്ക് അത്യാവശ്യം നേരം നടക്കാനുണ്ട്. നമ്മൾ കാട്ടിലേക്ക് കയറുമ്പം ഒരാൾ സൗണ്ട് നന്നായിട്ട് ഉണ്ടാക്കുന്ന കേൾക്കാറുണ്ട്. പക്ഷെ ആളെ അങ്ങനെ കണ്ടു കിട്ടാറില്ല. അതാണിത്, ജംഗിൾ ഫോൾ, കാട്ടുകോഴി. ആ കാട്ടുകോഴിൻ്റെ ഒപ്പം കുറെ എമറാൾഡ് ഡൗ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ മുളംകൂട്ടങ്ങളൊക്കെ പൂത്തു നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് ധാരാളം ജംഗിൾ ഫൗളിനെയും എമറാൾഡ് ഡൗവിനെയും പിന്നെ ഇഷ്ടം പോലെ ബേർഡ്സിനെയും കാണാൻ കഴിഞ്ഞു. അവിടെ മലേന്റെ മുകളിലായിട്ട് 3 ആനകളുണ്ട്. 2 എണ്ണത്തിനെ ഞങ്ങൾക്ക് ക്യാമറയിൽ കിട്ടിയുള്ളൂ. അത്യാവശ്യം ദൂരത്താണ് നിൽക്കുന്നത്. ആനയൊക്കെ ഷൂട്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടായി. ഈ ഇരുട്ടത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അനിമൽസ് ഒക്കെ ക്രോസ് ചെയ്യുന്ന സമയമാണ്. പിന്നെ ഇപ്പം പ്രെഡേറ്റേഴ്സും ഇറങ്ങുന്ന സമയമാണ്. എൻ്റെ പൊന്നെ, ഒരു ലെപ്പേർഡാ കിടക്കുന്നത്. പറമ്പിക്കുളത്തുനിന്ന് എൻ്റെ ആദ്യത്തെ ലെപ്പേർഡ് സൈറ്റിംഗ് ആയത്. എൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞങ്ങള് കുറച്ച് ദൂരത്തായിരുന്നു വണ്ടി നിർത്തിയിരുന്നത്. അടുത്തേക്ക് പോകാനും ശ്രമിച്ചില്ല. എങ്ങാനും ഇത് പോയാലോ എന്ന് വിചാരിച്ച്. കുറച്ചു നേരം ഞങ്ങൾക്ക് എന്തായാലും കാണാൻ കഴിഞ്ഞുള്ളൂ. കാരണം പുറകുന്നൊരു വണ്ടി വരികയും അതിൻ്റെ ലൈറ്റ് അടിച്ച ഉടനെ ഇത് എണീറ്റ് പോവുകയും ചെയ്തു.